ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, 2024 പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും ബലഹീനതകളെയും അതിജീവിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിവിധ സുഗന്ധങ്ങളെ സ്വന്തമാക്കുവാൻ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ചിന്തകളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ മറവിയുടെ സുഗന്ധം സ്വന്തമാക്കുവാനാണ്. ക്രിസ്തുവിൻ്റെ മറവിയുടെ സുഗന്ധം സ്വന്തമാക്കുന്നിടത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ കൃപയെ, അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കുന്നു. തൻ്റെ വലതുവശത്ത് കിടക്കുന്ന കള്ളനോട് കള്ളൻ പറയുന്നു, കർത്താവേ, എന്നെ നീ ഓർക്കണമേ, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ആ നിമിഷം വരെ തിന്മയുടെ വഴിയിലൂടെ ചരിച്ചുപോയ ആ മനുഷ്യൻ്റെ സകല തിന്മകളും സകല പാപങ്ങളും ഈശോത മറന്നു പോവുകയാണ്. ഒറ്റ വാക്കിലാണ് അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സെൽഫ് അവയർനെസ്, ഒരു സ്വയാവബോധം. ഞാൻ പാപിയാണ് എന്നുള്ളൊരു അവബോധവും ഒപ്പം ഈശോയെ എന്നെ ഓർക്കണമേ എന്നുള്ള യാചനയും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ പാസ്റ്റ് മുഴുവൻ ഈശോ മറന്നു പോകുന്നു. പാപിയായ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഈശോ പ്രശംസിക്കുന്നുണ്ട്. ചുങ്കക്കാരനും ഫരീസേനും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുന്നു. ആ പാപിയായ എന്നിൽ കനിയണമേ എന്ന് അനുതാപത്തോടു കൂടി ആ ഏറ്റുപറയുന്ന ആ മൊമെന്റിൽ ഈശോ ആ ചുങ്കക്കാരൻ്റെ അതുവരെയുള്ള സകല തിന്മകളും സകല പാപങ്ങളും മറന്നുപോയി. അവൻ്റെ ജീവിതത്തെ ഇതാ സ്വർഗത്തിൽ പ്രശംസിക്കപ്പെടുന്ന, അവൻ്റെ പ്രാർത്ഥനയെ സ്വർഗത്തോളം പ്രശംസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈശോ അവൻ്റെ പ്രാർത്ഥനയെ ഉയർത്തുകയാണ്. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ഈ മറവിയുടെ സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് കടന്നു വന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ എനിക്ക് ഒരു നിമിഷം തമ്പുരാനെ പ്രതി എനിക്ക് മറക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ പാസ്റ്റിൽ നടന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളും സകല പാപത്തിൻ്റെ മേഖലകളെയും ഈശോ മറന്നുപോകും. അനുതാപത്തോടെ കർത്താവെ, പാപിയാണ് ഞാൻ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തമ്പുരാന് മുമ്പിൽ യാചിക്കുവാൻ മനസ്സ് കാണിച്ചാൽ, കർത്താവെ, എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ, ഞാൻ പാപിയാണെന്ന് ചിന്തിക്കുവാനും അനുതാപത്തോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ മനസ്സ് കാണിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ പാസ്റ്റിനെ മറക്കുന്നൊരു ദൈവത്തെ നമ്മൾ കാണുന്നു. നമുക്കൊരു നിമിഷം ദിവ്യകാനീശ്വരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ മറവിയുടെ സുഗന്ധം എന്നിൽ നിറയട്ടെ. എൻ്റെ ജീവിതത്തെ ദ്രോഹിച്ച, വേദനിപ്പിച്ച, മുറിപ്പെടുത്തിയ വാക്കുകൾ കൊണ്ട്, പെരുമാറ്റങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് എന്നെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തിയ എല്ലാ മനുഷ്യരുടെയും പ്രവൃത്തികളെ മറക്കുവാനുള്ള കൃപ നൽകണമേ. അതുവഴി എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ മറക്കുന്നൊരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്ക് സാധിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ മറവിയുടെ സുഗന്ധം സ്വന്തമാക്കി എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെയും എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെയും അതിജീവിക്കുവാനുള്ള വലിയ ശക്തി അങ്ങ് നൽകിയാലും. മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ, മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ, പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ, പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയുടെ മറവിയുടെ സുഗന്ധം സ്വന്തമാക്കുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ഈശോയെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് കുരിശിൽ കിടന്ന് ഇതാ മനുഷ്യരുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ചു തമ്പുരാനെ. ജീവിതത്തിൽ മറവി ഞങ്ങളോട് ദ്രോഹിച്ചവരോട്, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരൊക്കെ എല്ലാം അവരെ മറക്കുവാൻ, അവരുടെ പ്രവൃത്തികളെ മറന്നുകൊണ്ട് ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ, അങ്ങയുടെ കൃപയെ സ്വന്തമാക്കുവാൻ, അതുവഴി അങ്ങയുടെ നന്മകളെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങൾ സാധിക്കട്ടെ. യേശുവേ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ, പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ, മാനവനായി മോചകനായി മാനവക്ലേശം നീക്കാൻ
മാനവനായി മോചകനായി മാനവക്ലേശം നീക്കാൻ നിണനീരുകൾ ചിന്തി തിരുജീവൻ നേകി സുരലോകം പോകാൻ വരദാനം നൽകി. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.